പകൽ മനുഷ്യനും രാത്രിയായി കഴിഞ്ഞാൽ രാക്ഷസിയുമായി മാറുന്ന നായിക പതിവ് പോലെ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ഒരു ആട്ടിൻകുട്ടി റോഡിൽ നിൽക്കുന്നത് അവൾ കാണുന്നു. ഉടനെ തന്നെ ആട്ടിൻകുട്ടിക്ക് അടുത്തേക്ക് ചെന്ന് അതിനെ കടിച്ച് ചോര കുടിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ എന്തിനാണ് താൻ ഇങ്ങനെ ചെയ്തത് എന്നൊന്നും അവൾക്ക് മനസ്സിലാകുന്നതേയില്ല. അതിനുശേഷം വീട്ടിൽ പോയി കിടന്നുറങ്ങുകയും ചെയ്യുന്നു. അടുത്ത ദിവസമാണ് അറിയുന്നത് ആ ഒരു ആടിന് ജീവൻ വെച്ച് അത് മനുഷ്യരെയൊക്കെ കടിക്കുന്നുവെന്ന്. ആരാണ് ഈ നായികയെന്നല്ലേ? അതേ നാട്ടിലേക്ക് ഒരാൾ വിവാഹം കഴിച്ചു കൊണ്ടുവന്നതായിരുന്നു നമ്മുടെ നായികയെ. ആദ്യ ദിവസം രണ്ടുപേരും കിടന്നുറങ്ങുകയാണ് ചെയ്യുന്നത്. അന്നേ ദിവസം രാത്രി തന്നെ അവൾക്ക് ഉറക്കമൊന്നും വന്നില്ല. നായിക രാത്രിയൊക്കെ പുറത്തേക്ക് ചുറ്റിക്കറങ്ങി നടന്നിട്ടാണ് പിന്നീട് വന്ന് കിടക്കുന്നതും. രാവിലെ ആയപ്പോഴോ അവളുടെ ഭർത്താവ് അവളോട് ഒന്നും പറയാതെ തന്നെ ജോലിക്ക് എഴുന്നേറ്റ് പോവുകയുമുണ്ടായി. വീടിന് പുറത്തേക്ക് വരുന്ന സമയത്ത് ആ ലോകം അവൾക്ക് ഒട്ടും പരിചയമില്ലായിരുന്നു. എല്ലാവരെയും അവൾ വല്ലാതെ വ്യത്യസ്തമായ കണ്ണോട് കൂടിയാണ് നോക്കുന്നത്. മറ്റുള്ളവരോട് എന്തുമിണ്ടും എങ്ങനെ സഹകരിക്കുമെന്നൊന്നും അറിയാതെ അവൾ ഉടനെ തന്നെ തന്റെ വീട്ടിൽ കയറി കഥകടച്ച് ഉറങ്ങുവാനായും കിടക്കുന്നു. അന്നേ ദിവസം ജോലിയൊക്കെ കഴിഞ്ഞ് അവളുടെ ഭർത്താവ് വീട്ടിലേക്ക് എത്തും. നിങ്ങൾ എന്തെന്ന് പറഞ്ഞ രാവിലെ പോയത്? ഇവിടെ ആഹാരം വെച്ച് കഴിക്കാൻ ഒന്നും തന്നെയില്ല. ആഹാരം വാങ്ങി കഴിക്കുവാനായിട്ട് കാശെങ്കിലും വെച്ചിട്ട് പൊയ്ക്കൂടെ എന്ന് അവൾ അവളുടെ ഭർത്താവിനെ വഴക്ക് പറയും. അടുത്ത ദിവസം ഭർത്താവ് ജോലിക്കായിട്ട് ഇറങ്ങി പോകുന്ന സമയത്ത് അയാൾ കാശും വീട്ടിൽ വെച്ചിട്ടാണ് ഇറങ്ങി പോകുന്നത്. ആ കാശ് കൊണ്ട് അവൾ വീട്ടിലേക്കുള്ള സാധനമെല്ലാം വാങ്ങിയതിനു ശേഷം അടുത്തുള്ള ഒരു ആന്റിയുടെ വീട്ടിലേക്ക് ചെന്നിട്ട് എങ്ങനെയാണ് ആഹാരം പാചകം ചെയ്യുന്നതെന്നൊക്കെ അവരോട് ചോദിച്ച് മനസ്സിലാക്കുന്നു. എന്നിട്ട് അവൾ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് എന്തൊക്കെയോ തട്ടിക്കൂട്ടുകയാണ്. പക്ഷേ വീട്ടിലേക്ക് ഭർത്താവ് വന്നതോ കുടിച്ച് 4 കാലിൽ. അത് കാണുന്ന നായികയ്ക്ക് വല്ലാതെ ദേഷ്യം വരും. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? നിങ്ങൾ എന്ത് ചെയ്യുമോ ഏത് ചെയ്യുമോ അതൊന്നും എനിക്കറിയത്തില്ല. ഈ ഞായറാഴ്ച എന്നെ എവിടെയെങ്കിലും പുറത്തേക്ക് കൊണ്ടുപോകണമെന്നും ഭർത്താവിനോട് പറയും. അതനുസരിച്ച് ഭർത്താവ് ഞായറാഴ്ച തന്നെ അവളുമായിട്ട് പുറത്തേക്ക് പോവുകയാണ്. രണ്ടുപേരും നന്നായിട്ട് ബസ്സിലിരുന്ന് ഉറങ്ങിയത് കൊണ്ട് തന്നെ ഇറങ്ങേണ്ട സ്റ്റോപ്പ് കടന്നുപോയി. അവസാനം വേറൊരു ബീച്ചിലേക്കാണ് രണ്ടാളും വന്നിറങ്ങുന്നത്. ഇനി എങ്ങനെയാ തിരിച്ചു പോകേണ്ടെന്ന് അറിയാതെ അവർ നിൽക്കുന്നു. അടുത്ത ബസ് എപ്പോഴാണെന്ന് തിരക്കുമ്പോൾ നിങ്ങൾ സ്ഥലം മാറി ഇറങ്ങിയത് നിങ്ങളുടെ തെറ്റ്. അടുത്തതായിട്ട് ഇനി ഒരു ബസ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇനി കുറച്ച് ദിവസത്തേക്ക് ബസ്സേ ഇല്ല എന്നും അയാൾ പറയുന്നു. അത് കേട്ടതോടുകൂടി നമ്മുടെ നായികയ്ക്ക് വല്ലാതെ ദേഷ്യം വരികയും ഇവനൊപ്പം കറങ്ങുവാനായി ഇറങ്ങിയത് തെറ്റായി അവൾക്ക് തോന്നുന്നു. അവിടെയുള്ള ബീച്ചൊക്കെ കറങ്ങി കാണാമെന്ന് കരുതിയപ്പോഴോ അപ്പോഴേക്കും ബസ്സും വരികയാണ്. ഉടനെ തന്നെ തന്റെ ഭർത്താവിനൊപ്പം വീണ്ടും തിരിച്ചു പോകുന്നു. നായികയ്ക്കാണെങ്കിലോ വല്ലാതെ ബോറടിക്കുവാനായും തുടങ്ങി. അടുത്തുള്ള കല്യാണങ്ങൾക്ക് പോവുക, അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ കറങ്ങി നടക്കുക, അതൊക്കെ തന്നെയാണ് അവളുടെ ഹോബി. വീട്ടിലേക്ക് എത്തുന്ന ഭർത്താവിനെ ഒരുപാട് വഴക്ക് പറയുകയും ചെയ്യുന്നുണ്ട്. ഭാര്യയ്ക്ക് വേണ്ട ഒരു കെയറിങ്ങും അയാൾ കൊടുക്കുന്നതേ ഇല്ലല്ലോ. മാത്രമല്ല നായിക എന്തൊക്കെ വഴക്ക് പറഞ്ഞാലും അതെല്ലാം കേട്ട് മിണ്ടാതെ നിൽക്കുകയാണ് ഭർത്താവ് ചെയ്യുന്നത്. വിവാഹം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും അവർ രണ്ടുപേരും തമ്മിലുള്ള ഫസ്റ്റ് ഡേറ്റ് ഒന്നും ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. അതിന്റെ ദേഷ്യവും നമ്മുടെ നായികയ്ക്കുണ്ട്.